കുരിശ് ജാതി ചിലന്തി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ അതിനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പേര് എത്രമാത്രം അക്യുറേറ്റ് ആണെന്ന് അറിയില്ല. പക്ഷേ ആ ഒരു ചിലന്തിയുടെ താഴെയായിട്ട് ഈ ഒരു വലയിൽ ഒരു പ്രത്യേക തരം ത്രെഡ് ഡിസൈൻ ഈ ചിലന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ത്രെഡ് കുരിശുമായിട്ട് ഒരു ചെറിയൊരു സാമ്യം ഉള്ളത് കൊണ്ടാണ് കുരിശ് ജാതി ചിലന്തി എന്ന് വിളിക്കുന്നതെന്ന് ആണ് എനിക്ക് കിട്ടിയേക്കുന്ന ഒരു ഇൻഫോർമേഷൻ. അത് എത്രമാത്രം ശരിയാണെന്ന് അറിയത്തില്ല. പക്ഷേ അറിയാവുന്ന ഒരു കാര്യം ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് കോമൺ നെയിംസ് ആണ്. അപ്പോൾ അത് ഗാർഡൻ ക്രോസ് സ്പൈഡർ. അപ്പോൾ അതിൻ്റെ അകത്തൊരു ക്രോസ് ഉണ്ട്, ഒരു കുരിശ് പറയുന്നുണ്ട്. അപ്പോൾ ഗാർഡൻ ക്രോസ് സ്പൈഡറാണ് ഒരു പേര്. പിന്നെ ഓർബ് വീവർ സ്പൈഡർ എന്ന് പറഞ്ഞിട്ട് വേറെ പേരുണ്ട്. പിന്നെ റൈറ്റിംഗ് സ്പൈഡർ എന്ന് പറഞ്ഞിട്ട് ഒരു റീജിയണൽ പേര് കൂടിയുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇതിൻ്റെ ആ ഒരു വലയിൻ്റെ അകത്ത്, അതായത് ആ വെബിൻ്റെ അകത്ത് ഉള്ള ആ ഒരു സ്പെഷ്യൽ ഡിസൈൻ കാരണം വന്നേക്കുന്ന പേരുകളാണ്. ഈ ചിലന്തികൾ യൂഷ്വലി ഇൻസെക്ട് ക്ലാസ്സിൽ പെടുന്നതല്ല. അതിൻ്റെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് അരാച്നിഡേ ക്ലാസ് ആണ്. ഈ തേളിൻ്റെ ഒക്കെ ക്ലാസ്സും അരാച്നിഡ തന്നെയാണ്. അതായത് ഇതൊരു അരാച്നിഡേ ക്ലാസ്സിലുള്ള അരാനിഡേ ഫാമിലിയിൽ പെടുന്ന ഒരു സ്പീഷീസ് ആണ്. സ്പീഷീസിന്റെ പേര് ആർഗ്യോ പുൽച്ചല എന്നാണ്. അപ്പോൾ ഇതിന്റെ ഈ ബൈനോമിയൽ നെയിം 1881 തോറൽ ആണ് നിർണ്ണയിച്ചേക്കുന്നത്. ഇതിന്റെ ഒരു നേറ്റീവ് എന്ന് പറയുന്നത് ഇന്ത്യ, ചൈന, ഇൻഡോ ചൈന, പിന്നെ ഇന്തോനേഷ്യയിലുള്ള സുമാത്രയും, പിന്നെ അതുപോലെ തന്നെ വേറെ പല ഏരിയാസിലും ഇതിനെ കണ്ടുവരുന്നുണ്ട്. ഇത് പ്രിഫർ ചെയ്യുന്നത് ഗാർഡൻസ്, വുഡ്ലാൻഡ്സ് എന്ന് വെച്ചാൽ ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഗാർഡൻസ്, വുഡ്ലാൻഡ്സ്, ഗ്രാസ് ലാൻഡ്സ്, ക്രോപ്പ് ഫീൽഡ്സ്, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഹാബിറ്റാറ്റ്സിൽ ഇത് കണ്ടുവരുന്നുണ്ട്. റോഡ് സൈഡിൽ ഉൾപ്പെടെ ഡ്രെയിനേജസിൻ്റെ ഒക്കെ സൈഡിലൊക്കെ ഉൾപ്പെടെ ഇതിനെ കാണുന്നുണ്ട്. അത്ര കോമൺ ആണിത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു വെബിലൊരു ഡിസൈൻ ഉണ്ടെന്ന് പറഞ്ഞില്ല, അതാണ് നിങ്ങളിപ്പോൾ ആ ഒരു ഹൈൻഡ് ലെഗിൻ്റെ പുറകിൽ കാണുന്ന ആ ഒരു ഡിസൈൻ. പിന്നെ ആ മുമ്പിലത്തെ ലെഗിൻ്റെ മുമ്പിലായിട്ടും ആ ഡിസൈനിന് നമുക്ക് കാണാം. അപ്പോൾ ഈ ചിലന്തി ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് എന്തോ ഒരു ഇരേനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നാച്ചുറൽ പെസ്റ്റ് കൺട്രോളറാണ്. കാരണം ഇത് വൈഡ് റേഞ്ച് ഓഫ് ഇൻസെക്ട്സിനെയും പിന്നെ അതുപോലെ തന്നെ ഈച്ചകളെയും കൊതുകുകളെയും പിന്നെ കൃഷിയിടങ്ങളിലുള്ള കീടങ്ങളെയും ഒക്കെ തന്നെ ഭക്ഷണമാക്കാറുണ്ട്. അങ്ങനെ ഇത് വൈൽഡിലും പിന്നെ അർബൻ എക്കോസിസ്റ്റംസിലും ഉള്ള ഇൻസെക്ട് പോപ്പുലേഷൻ ബാലൻസ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മൾ നേരത്തെ ഇതിൻ്റെ ഒരു വലയുടെ പ്രത്യേകത പറഞ്ഞു. അതിൻ്റെ അകത്ത് ഒരു പ്രത്യേക തരം ഒരു ഡിസൈൻ ഉണ്ട്, ഒരു സിക്സാക് ഡിസൈൻ ഉണ്ട്. അപ്പോൾ അത് യൂഷ്വലി യൂസ് ചെയ്യണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വി ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യും. അത് അവിടെ അടിക്കുന്ന യു വി ലൈറ്റ്സ് ഇത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് ഇങ്ങനെയുള്ള ചെറിയ ഇൻസെക്ട്സിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ പ്രെഡേറ്റേഴ്സിനെയൊക്കെ ഓടിച്ചു വിടുകയും ചെയ്യും. ഇതിൻ്റെ ഒരു കൺസർവേഷൻ സ്റ്റാറ്റസ് പറയുകയാണെങ്കിൽ ഇത് വളരെ കോമൺ ആണ്, ലീസ്റ്റ് കൺസേൺഡ് ആണ്. ഒരുപാട് അടുത്ത് ഇതിനെ കാണാം. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ഡയറ്റും ഡിഫൻസ് മെക്കാനിസവും ഇര പിടിക്കുന്ന രീതികളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അതിൻ്റെ അത് ആ വെബിൻ്റെ അകത്തുള്ള ഒരു ഡിസൈൻ യു വി ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ചെറിയ ഇൻസെക്ട്സിനെ അട്രാക്ട് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ പ്രെഡേറ്റേഴ്സിനെ ഓടിച്ചു വിടുകയും ചെയ്യും. അപ്പോൾ അതൊരു ഇര പിടിക്കുന്ന മെത്തേഡുമാണ്. അതുപോലെ തന്നെ ഒരു ഡിഫൻസ് സ്ട്രാറ്റജിയാണ്. ഇന്നത്തെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഈ കാണുന്നതായിരിക്കും ഇത് വലയിൽ കിടന്ന് ഇങ്ങനെ ചാടും. അത് ആ വലയുടെ അടുത്തുള്ള ഇൻസെക്ട്സിനെ അതിൻ്റെ ഉള്ളിൽ കുരുക്കാനും പിന്നെ പ്രെഡേറ്റേഴ്സിനെ പേടിപ്പിച്ച് ഓടിക്കാനുമാണ്. ഇവിടെ ഇപ്പോൾ പ്രെഡേറ്റേഴ്സിനെ പേടിപ്പിച്ച് ഓടിക്കാനാണ് ഇത് ഈ ജമ്പ് ചെയ്യുന്നത്. അത് വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. അപ്പോൾ ഞാൻ ക്യാമറ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോഴാണ് ഇത് ആ ജമ്പിങ് തുടങ്ങി. വൺസ് ഈ വലയിൽ ഒരു ഇൻസെക്റ്റ് അല്ലെങ്കിൽ ഒരു ചെറിയ ജീവി വന്ന് കുടുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് വെനം ഇഞ്ചെക്ട് ചെയ്ത് ഇതിനെ പാരലൈസ് ചെയ്യും. പാരലൈസ് ചെയ്തതിന് ശേഷമാണ് ഇത് കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇരയെ കൺസ്യൂം ചെയ്യുന്നതാണ് നിങ്ങൾ തുടക്കത്തിൽ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കണ്ടത്. എന്നാൽ ഈ അടവുകൾ ഒന്നും വലിച്ചില്ലെങ്കിൽ എന്നിട്ടും പ്രെഡേറ്റർ അവിടെ നിൽപ്പുണ്ടെങ്കിൽ ഇത് അതുപോലെ തന്നെ താഴേക്ക് ചാടും. താഴേക്ക് ചാടിയിട്ട് ചത്തമാരി കിടക്കും. അതാണ് ഈ ചിലന്തിയുടെ പ്രെഡേറ്റേഴ്സിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസാനത്തെ അടവ്. ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ ഇതിനെ എത്തിച്ചില്ല. അതിനു മുന്നേ തന്നെ ഞാൻ അവിടെ നിന്ന് പോയി. പിന്നെ ഇതിൻ്റെ അകത്ത് വെബുകൾ ഉണ്ടാക്കുന്നത് യൂഷ്വലി ഫീമെയിൽസ് ആണ്. മെയിൽസ് അതിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ഈ തരം ചിലന്തികളിലും സെക്ഷൽ ഡൈമോർഫിസം ഉണ്ട്. അതായത് ഫീമെയിൽസ് ഭയങ്കര വലുതാണ്. ഫീമെയിൽസും മെയിൽസും ആയിട്ട് വളരെ വ്യത്യാസങ്ങളുണ്ട്. ഫീമെയിൽസ് ഒരു 8 to 10 mm വരെ വലുതാവും. അതുപോലെ തന്നെ നല്ല കളർഫുള്ളും ആയിരിക്കും. പക്ഷേ മെയിൽസ് ഒരു 4 to 6 mm വരെയാണ്, ചെറുതാണ്. ഇത്രയും കളർഫുൾ ആയിരിക്കില്ല. അതായത് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഫീമെയിലിനെയാണ്. പിന്നെ ഇതിൻ്റെ മെയ്റ്റിങ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മെയിൽസ് ഭയങ്കരമായിട്ട് വിറയ്ക്കും, നല്ല ഫിയേഴ്സ് ആയിട്ട് വിറയ്ക്കും. അത് വേറെ ഒന്നിനുമല്ല, ഫീമെയിൽസിന് ഒരു കാനിബോൾ സ്വഭാവമുണ്ട്. അപ്പോൾ ഈ ഫീമെയിൽസ് മെയിൽസിനെ പിടിച്ച് തിന്നാതിരിക്കാനായിട്ടാണ് അത് അങ്ങനെ നടന്ന് വിറയ്ക്കുന്നത്. ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഈ ചിലന്തികളിൽ മാത്രമല്ല പൊതുവെയുള്ള പല ചിലന്തികളിലും ഇത് കാണുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ 2 സ്റ്റേജാണ്. ഒന്ന് മുട്ടകളും പിന്നെ മുട്ടകൾ വിരിഞ്ഞുള്ള കുഞ്ഞുങ്ങളും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, പുതിയൊരു അറിവാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.